കൈലാസത്തിൽ ഇന്നുവരെ മനുഷ്യരാർക്കും കയറുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ മനുഷ്യർക്ക് ഇന്നുവരെ കീഴടക്കാൻ കഴിയാത്ത ഒരു പർവ്വതമാണ് കൈലാസം. നിങ്ങൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുന്നവരാണോ? അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കുകയാണെങ്കിൽ കൈലാസം ഭൂമിയുടെ സെൻറ്ററിലായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു പർവ്വതമാണ് കൈലാസം. ഒരു പർവ്വതത്തിന് ഉണ്ടാവേണ്ട ഒരുപാട് സവിശേഷതകൾ ഉണ്ട്. എന്നാൽ ഈ സവിശേഷതകൾ ഒന്നുമില്ലാത്ത ഒരു പർവ്വതമാണ് കൈലാസ പർവ്വതം. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞർ കൈലാസത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സോയിൽ ടെസ്റ്റ്, എൻവറോൺമെൻറ്റ് ടെസ്റ്റ്, സ്റ്റോൺ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, അങ്ങനെ. പക്ഷേ അവർക്ക് കിട്ടിയ റിസൾട്ട് അവിടെയുള്ള കെമിക്കൽ കോമ്പണൻറ്റ്, മണ്ണിൻ്റെ ഗുണം, വെള്ളത്തിൻ്റെ ഗുണം ഇതൊന്നും മറ്റു പർവ്വതങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന മിനറൽസ്, കെമിക്കൽസ് ഒന്നും കൈലാസത്തിൽ കാണുവാൻ സാധിച്ചില്ല. മറിച്ച് ഇതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് തരം കോമ്പണൻറ്റുകളാണ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. കൈലാസത്തിൽ സമയം ചെലവഴിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന സമയത്തിൻ്റെ വ്യത്യാസങ്ങൾ, പിന്നെ നഖങ്ങളുടെയും മറ്റും അമിതമായ വളർച്ച, ഇതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ്. കൈലാസത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് കൈലാസം അവിടെ ഉണ്ടായതല്ല, മറിച്ച് ആരോ കണക്ക് കൂട്ടി കൃത്യമായി ഉണ്ടാക്കി വച്ചതാണ് എന്നത്. അതിന് കാരണമായി പറയുന്ന ചില ഘടകങ്ങൾ ഇതൊക്കെയാണ്. പർവ്വതം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി, അത് റേഡിയോ സിഗ്നലാണോ അല്ല ഇലക്ട്രോണിക് സിഗ്നലാണോ എന്നത് ഇതുവരെ ആർക്കും കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പ്രകൃതിയുടെ ഇഫക്റ്റ് മൂലമാണ് ഒരു ക്രിയേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അതിൽ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ആക്യുറസി പ്രതീക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ആക്യുറസി ഒരു ക്രിയേഷനിൽ ഉണ്ടെങ്കിൽ അത് ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഒരു മാത്തമാറ്റിക്കൽ ആക്യുറസി കൈലാസത്തിൽ ഉണ്ടോ എന്ന് നോക്കാൻ നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. കൈലാസവും നോർത്ത് പോളും തമ്മിലുള്ള ദൂരം 6666 കിലോമീറ്ററാണ്. കൈലാസവും സൗത്ത് പോളുമായിട്ടുള്ള ദൂരം 13332 കിലോമീറ്ററാണ്. നേരെ ഡബിൾ. ഇതൊരു മാത്തമാറ്റിക്കൽ ആക്യുറസി അല്ലേ? സ്റ്റോൺ ഹെഡ്ജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിനെ പ്രധാനമായും ആളുകൾ ഏലിയൻസുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയാറുള്ളത്. ഇത് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കൈലാസവും സ്റ്റോൺ ഹെഡ്ജുമായിട്ടുള്ള ദൂരം 6666 ആണ്. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൈലാസത്തെ ഒരു സർക്യൂട്ടായി കണക്കാക്കാൻ പറ്റും. അതായത് ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും ഒരു എനർജി പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് കൈലാസത്തെ കാണാം. ആധുനിക ശാസ്ത്രം പറയുന്നു ഇവിടെ എന്തോ ഒരു എനർജി എല്ലാ സ്ഥലങ്ങളിലേക്കും പാസ് ചെയ്യുന്നുണ്ട് എന്ന്. വേദങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും
ബലമായതുകൊണ്ടാകാം കൈലാസത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കീഴടക്കാൻ സാധിക്കാതെ പോയത്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.